എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് നല്ല സോഫ്റ്റായിട്ട് എങ്ങനെ പുട്ടുണ്ടാക്കാമെന്നാണ്. ഞാനിവിടെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പുട്ട് ഏത് തരത്തിലുള്ള അരിപ്പൊടി ഉപയോഗിച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം. പച്ചരിപ്പൊടിയോ പുട്ടുപൊടിയോ പുഴുങ്ങലരിയുടെ പൊടിയോ ഏത് പൊടിയും കൊണ്ട് നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ല എത്ര സോഫ്റ്റായിട്ടുള്ള പുട്ടാണെന്ന്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് പുട്ടുണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് 2 കപ്പ് പുട്ടുപൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. വറുത്ത പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ഈ അരിപ്പൊടിയിലൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം വേണം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഞാനിവിടെ നല്ല തിളച്ച വെള്ളം ഉപയോഗിച്ചിട്ടാണ് പുട്ടിനുള്ള പൊടി നനയ്ക്കുന്നത്. സാധാരണ പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് നനച്ചാലും മതി. തിളച്ച വെള്ളം ഉപയോഗിച്ചിട്ട് നനച്ചെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ട് നമുക്കുണ്ടാക്കിയെടുക്കാം. പുട്ടിന് നനയ്ക്കുമ്പോൾ കുറേശ്ശെയായിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. നല്ല ചൂടുള്ള വെള്ളമായതുകൊണ്ട് തന്നെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ കൈ പൊള്ളാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം കൈകൊണ്ട് തൊടാൻ പറ്റുന്ന പരുവാകുമ്പോൾ നമുക്കിത് കൈകൊണ്ട് ഈ വെള്ളമൊക്കെ എല്ലാ ഭാഗത്തുമാക്കി ഇതുപോലെയൊന്ന് ശരിയാക്കിയെടുക്കാം. നല്ലവണ്ണം വെള്ളം എല്ലാ ഭാഗത്തും ആകുന്നതുവരെ മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. പുട്ടുപൊടിയാണെങ്കിൽ 20 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചാലേ നല്ല പുട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. സാധാരണ നൈസായിട്ടുള്ള അരിപ്പൊടി എടുക്കുകയാണെങ്കിൽ നമുക്ക് നനച്ച ഉടനെ തന്നെ പുട്ടുണ്ടാക്കാം. ഈ പൊടി ഒരു 20 മിനിറ്റ് സമയത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞു. പുട്ടൊക്കെ ഒന്നും കൂടി ഒന്ന് നനഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് പുട്ട് ഒന്നും കൂടെ സോഫ്റ്റ് ആകാനുള്ള ഒരു മെത്തേഡാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ നനച്ച് വെച്ചിരിക്കുന്ന പൊടിയുടെ പകുതി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു പ്രാവശ്യം ഒന്ന് കറക്കിയെടുക്കണം. അതായത് 1 സെക്കൻഡ് കറക്കിയെടുത്താൽ മതി. 2 സെറ്റായിട്ട് ഇത് മിക്സിയിലൊന്ന് കറക്കിയെടുക്കുന്നുണ്ട്. ചെയ്യുമ്പോൾ ഒരുപാട് സമയം കറക്കിയെടുക്കാൻ പാടില്ല. ഒരൊറ്റ പ്രാവശ്യം മാത്രമേ മിക്സി കറക്കിയെടുക്കാൻ പാടുള്ളൂ. ഇവിടെ ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ടുണ്ടാക്കാനുള്ള പൊടി റെഡി ആയിട്ടുണ്ട്. ഇനി പുട്ടുകുറ്റിയിൽ കുറച്ച് തേങ്ങ ഇട്ട് പുട്ടുപൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങയും പുട്ടുപൊടിയും കുറേശ്ശെ ഇടവിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തേങ്ങ ചേർക്കുമ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. കൂടുതൽ തേങ്ങ വേണമെന്നുള്ളവർക്ക് കൂടുതൽ തേങ്ങ ചേർത്ത് കൊടുക്കാം. നിറച്ചതിന് ശേഷം ഇത് അടച്ചു വെക്കാം. ഞാനിവിടെ ഒരു പ്രഷർ കുക്കറിൽ വെള്ളം ഒഴിച്ച് അടുപ്പത്ത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുകളിലായിട്ട് ഈ പുട്ടിൻ്റെ കുറ്റി വെച്ച് കൊടുക്കാം. നന്നായിട്ട് ആവി വരാൻ തുടങ്ങുമ്പോൾ മാത്രമേ ഇങ്ങനെ വെച്ച് കൊടുക്കാവുള്ളൂ. അതിനുശേഷം ഏറ്റവും മുകളിൽ വരെ ആവി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ട് റെഡിയാകും. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് പുട്ടുണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പുട്ട് ഇഷ്ടപ്പെടും. കടലക്കറിയോ മീൻ കറിയോ ചെറുപയർ കറിയോ പപ്പടമോ പഴമോ നിങ്ങൾക്കിഷ്ടമുള്ള ഏത് കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ടും ഈ പുട്ട് കഴിക്കാം. ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.